അതേ തലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. വലിയ തല. ഇത് എന്തിൻ്റെ അമ്മ? കട്ട്ല. കണ്ടാ, ഒരെണ്ണം മേടിച്ചാൽ കുറച്ചധികം പേര് കൂടി കഴിക്കേണ്ടി വരും അല്ലേ? നമ്മളിട്ടാ വലിയ മീൻ ഇപ്പോൾ റെഡി ആയിട്ടാ. ഇങ്ങനെ തന്നെ ഇലയിലേക്ക് വെച്ച് തരും, ചൂടോടുകൂടി കഴിക്കാം. നമുക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കട്ട് പീസ് വേണം. ഇത് കട്ടിലേൻ്റെ അല്ലേ? അപ്പോൾ കട്ട് പീസ് വേണം, ഒരു ഫുള്ളും വേണം. അത് സിലോപ്പി അല്ലേ? അപ്പോൾ ഇതുപോലെ ഇവിടെ അതേ പെരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മീനുകൾ പറഞ്ഞു കൊടുത്തിട്ട് അതിന് ശേഷം കേട്ടോ അവർ വറുത്ത് തരുള്ളൂ. അതിന് വേണ്ടി ഇരിക്കാനുള്ളൊരു ക്ഷമ വേണം. വേഗം വേണമെന്ന് വെച്ചാൽ നടക്കൂല, കാരണം ഇത് വെന്ത് വരണമല്ലോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മീൻ കഴിക്കാൻ വന്നേക്കുക. നല്ല മീൻ എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മീൻ. ഇതാണ് ചിറ്റാറ് ഡാം. അപ്പോൾ ഡാമിൽ നിന്നൊക്കെ പിടിക്കണ മീനുകളാണ്. പശുവും കോഴിയും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അത് തന്നെ അതിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറാണെന്ന് പറയുമ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇതിന് തൊട്ട് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ തുടങ്ങി അങ്ങോട്ടേക്ക് കേരളവും ഇങ്ങോട്ട് തമിഴ്നാടും. അപ്പോൾ ഇവരെല്ലാവരും മലയാളമാണ് സംസാരിക്കണമെങ്കിലും ഇവർ തമിഴ്നാട്ടിലാണ് വരുന്നത്. അപ്പോൾ നെട്ടാന്ന് പറയുന്നത് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ഇതുപോലെ ഡാം ഫിഷുകൾ, അതായത് അന്നാന്ന് പിടിക്കണം. ഇന്ന് രാവിലെ മീൻ പിടിക്കുന്ന മീനാണ് കഴിക്കാൻ ഇവിടെ കിട്ടുക. അങ്ങനെ നല്ല മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇത് നല്ല വിശാലമായി കിടക്കുന്ന ചിറ്റാർ 1, ചിറ്റാർ 2 എന്നൊക്കെ പറഞ്ഞ് കുറേ ഡാമുകളുണ്ട്. പേച്ചിപ്പാറ, അങ്ങനെ അവിടെയൊക്കെ വളർത്തുന്ന മീനുകളെ പിടിച്ച് കറി വെച്ച് അല്ലെങ്കിൽ വറുത്തൊക്കെ കിട്ടുന്ന കുറേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ശരത്തിൻ്റെയാണ് കട. ശരത്തിൻ്റെ അമ്മയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അമ്മയില്ല. അപ്പോൾ ശരത്തും ചേട്ടനും കുഞ്ഞമ്മയും അവർ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം നടത്തുകയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു, ഇവിടുത്തെ മീൻ കഴിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇന്ന് കഴിക്കാൻ പോണത്. അപ്പോൾ നമുക്കിനി അടുക്കളയിലേക്ക് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ഡാം ഫിഷ് അല്ലാതെ നല്ല ജീവനോടെയുള്ള വരാലുകൾ ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് ആവശ്യക്കാർ പറയണതിൻ്റെ അനുസരിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ആക്കി കൊടുക്കും. അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിങ്ങനെ വീടുകളിലൊക്കെ വളർത്തുന്നതാണ്. ഇത് വറക്കാൻ വേണ്ടിയുള്ള മീൻ നന്നാക്കി വെച്ചേക്കും കേട്ടോ. ഇനി മസാലയൊക്കെ പുരട്ടിയിട്ട് ഇവിടെ അങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ വന്ന് നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ ചൂടോടുകൂടി വറുത്ത് തരും. ഇത് കട്ട് പീസായിട്ടുള്ളത്. മീനിനെ നല്ല വെട്ടി കഴുകിയെടുത്ത് മസാല പുരട്ടുക കേട്ടോ. അതിങ്ങനെ വലിയ മീനായതുകൊണ്ടേ ഇച്ചിരി നേരമൊക്കെ പുരട്ടി വെച്ചാലല്ലേ പിടിക്കുള്ളൂ. ഇവിടെ ആളുകൾ വന്നിട്ടേ സെലക്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഈ മീൻ. അപ്പോൾ അതാണ് ഇപ്പോൾ ആദ്യം വറക്കാൻ പോണേ. മീൻ അങ്ങനെ കിടന്ന് വേവണം കണ്ട. ഇത് മറ്റേ ഓയിലല്ല, വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുക. ഈ മീനിൻ്റെ പേരെങ്ങനെയാ? റെഡ് ബെല്ലി. ഇത് 500 രൂപയൊക്കെ വരുന്നുണ്ട് വില. 1 കിലോ 500 രൂപ വരുന്നുണ്ട്. ഓ ശരി, വിലയുള്ള മീനാണ് അല്ലേ? അതിന് ശേഷം നിങ്ങൾ വെയിറ്റ് വെക്കുക. ശരി, മേടിക്കുന്ന ആൾക്ക് അപ്പോൾ വലിയ നഷ്ടമില്ല, കാരണം ഇതൊന്നും പോവില്ലല്ലോ വേല. അപ്പോൾ അതാ പെരട്ട് ഏകദേശം റെഡിയായി. മസാലയും കൂടി ഇട്ടു. ഇനി ഇത് കുറച്ച് നേരം കൂടി വരണ്ട് വരണം അല്ലേ? ഇത് സാധാ മീൻ കറി അല്ലേ? ഇത് ഞാൻ മേടിച്ച സിലോപ്പി കേട്ടോ. സിലോപ്പിയും പിന്നെ ഒരു കട്ട്ലയുടെ പീസും. എത്ര വർഷം മുമ്പാണ് ഈ കട തുടങ്ങണേ? ഒരു 15 വർഷമായി. 2010 ആ സമയങ്ങൾ 10-11 കാലഘട്ടം. അമ്മയാ തുടങ്ങുന്നത് അല്ലേ? അന്ന് എന്തൊക്കെയാ കൊടുത്തോണ്ടിരുന്നേ? അന്ന് സ്റ്റാർട്ടിങ് കപ്പയും മീനൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ചായപ്പോൾ ഊണ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അത് തന്നെ കണ്ടിന്യൂ, അത് കൊടുക്കാനുള്ള സമയം ഉള്ളായിരുന്നു. കപ്പയും മീനും ഊണും ഇതൊക്കെ ആയിട്ട്. എത്ര മണിക്ക് വന്നാൽ ഇവിടെ ഒക്കെ റെഡിയാവും? ഞങ്ങൾക്കിപ്പോൾ ഇവിടെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ പഴങ്കഞ്ഞി ഉണ്ട്. ഒരു 12 മണി വരെ പഴങ്കഞ്ഞി അങ്ങനെ പോകും. അത് കഴിഞ്ഞ് പിന്നെ മീൻ കപ്പ അതിൻ്റെ ഇടയ്ക്ക് തന്നെ റെഡിയാവും. പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട്. വൈകിട്ടായാലും ഒരു 3 മണി വരെ ഊണാണ്. അത് കഴിഞ്ഞാൽ കപ്പയും മീനും ഇത്
ഫുഡ് അങ്ങനെ പോകും. അത് എത്ര മണി വരെ പോകും? ഒരു 7-8 മണി വരെ നമ്മളിപ്പോൾ കാണും. ഞായറാഴ്ച ആയാലും അവധിയൊന്നും ഇല്ല തിങ്കളാഴ്ച ദിവസം നമുക്ക് ജില്ല അവധി. തിങ്കളാഴ്ച അവധിയാ. തിങ്കളാഴ്ച അവധി. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. അന്നേരം ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? നമുക്ക് ഇപ്പം കോംബോ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. കോംബോയ്ക്ക് ചിക്കന്, മീന്, അടുത്ത് ഊണ്, കപ്പ ഇതൊക്കെ 200 രൂപ വരും. അല്ലാതെ മീനൊക്കെ ഒന്ന് ഓരോന്നിനും ഓരോ റേറ്റാണ് ഡെയിലി പറഞ്ഞ മാർക്കറ്റിന്റെ അനുസരിച്ച്. ഇപ്പൊ കട്ട്ലൊക്കെ ഒരു 130-120 ഇതേപോലെ പീസ് റേറ്റ് അതേപോലെയൊക്കെ വരും. അതൊക്കെ അങ്ങനെ റേറ്റ്. അല്ല പഴങ്കഞ്ഞിയാണെങ്കിൽ ഒരു പ്ലേറ്റിന് 100 പറഞ്ഞത്. അതിന്റെ കൂടെ എന്തൊക്കെയാ വരിക? പഴങ്കഞ്ഞിക്കോ തൈര്, ഇത് കഞ്ഞി, അടുത്ത് കപ്പ കാണും, ചമ്മന്തി, പിന്നെ ഒരു കരുവാട് കാണും, ഒരു മീൻകറി കാണും, പിന്നെ ഒരു അവിയല്, ചമ്മന്തി, അങ്ങനെ എന്തെങ്കിലും കാണും. കുറേ ഐറ്റം ഉണ്ട്. അതെ ഊണിനാണെങ്കിൽ ഊണ് മാത്രമായിട്ട് അങ്ങനെ ഇല്ല, നമുക്ക് ഊണ് മാത്രമായിട്ടും കൊടുക്കും. അതാണെങ്കിലോ ഊണാണെങ്കിൽ 70 രൂപ. അപ്പൊ ആളുകൾ ഈ ഡാമിലൊക്കെ വരുന്നവരും അങ്ങനത്തെ ആളുകളല്ലേ? അതായത് ഇവിടെ ഉള്ളവരല്ല, നിങ്ങൾ പുറത്തുനിന്നുള്ള എല്ലാരും ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഇതേപോലെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ കാണാൻ വേണ്ടി വരുന്നവരാണ്. പൊതുവെ എങ്ങനെ ഞായറാഴ്ചയാണോ തിരക്ക്? ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. അങ്ങനെ പോകണം. എനിക്ക് മറുപടി അവനും കൂടെ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നതിന്. മാവേ ഹായ്. അവ പറയാറായിട്ടില്ല, അവർക്ക് 7 മാസം പ്രായമായിട്ടുള്ളു. അപ്പൊ അങ്ങനെ ഇപ്പൊ അമ്മയില്ല. അമ്മ പോയിട്ട് ഇപ്പൊ എത്ര നാളായി? 5 കൊല്ലം. അപ്പോഴും മുകളിലും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇതൊക്കെ റെഡി. മുകളിലേക്ക് ഇപ്പഴാണ് റെഡിയാക്കി. അപ്പൊ താഴെയുള്ള കസേരകൾ ഇവിടെ തന്നെ നിങ്ങൾ താമസിക്കാം. ശരത്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ പാചകമൊക്കെ? പാചകം അമ്മയുടെ കൂടെ പണ്ട് മുതലേ നിന്ന് ജോലി ചെയ്തതിന്റെ അങ്ങനെ അറിയാം. എല്ലാ പണികളും പഠിച്ചു. നിങ്ങൾ ഫാമിലിയാ എല്ലാവരും അല്ലേ? അങ്ങനെ നമ്മളെ സിലോപ്പി റെഡി ആയിട്ടാ. മുളക് ചമ്മന്തി. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലേ ചിക്കൻ പെരട്ട്. ഇത് ഊണിൻ്റെ കൂടെയുള്ള മീൻകറി. ഇതാണ് 200 രൂപയ്ക്കുള്ള ഊണ്. അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് വരുന്നത് ഇത് ഇത്രയും ചിക്കൻ പെരട്ട് വരും. ഇതുപോലെ 3 കഷ്ണം കൂടിയിട്ട് ഒരു മീൻകറി, കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മീൻകറിയാണ്. പിന്നെ അച്ചാറ്, തോരൻ, തീയൽ, അവിയൽ, കപ്പ, മുളക് ചമ്മന്തി. ഇതല്ലാതെ ഒഴിക്കാൻ സാമ്പാറും രസമൊക്കെ ആയിട്ട് വേറെയുണ്ട് ഒഴിച്ചു കറികൾ. സ്പെഷ്യൽ മേടിച്ചതും കൊണ്ടുവന്നു കേട്ടോ. ഇപ്പം 2 തരം മീനാണ്. അതുപോലെ ഒരു കട്ടീസും അതുപോലെ ഒരു വലിയ മീൻ സിലോപ്പി. ഇച്ചിരി മീൻകറിയുടെ ചാറ് വെച്ച് കഴിക്കാം. ഞാൻ മുൻപേ പറയില്ലേ, എനിക്ക് ഈ വളർത്തു മീൻ, ഡാം ഫിഷ് ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്ക് ഈ കുഞ്ഞു മീനുണ്ടല്ലോ, മത്തി, കൊഴുവ, അതൊക്കെയാണ് എൻ്റെ ഇത്. പക്ഷെ ഇവിടെ നെട്ടയിൽ വരുന്ന സമയത്ത് ഞാനിത് കഴിച്ച് നോക്കാറുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടക്കേട് തോന്നിയിട്ടില്ല. മലമ്പുഴ പോയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അവിടത്തെയും കുഴപ്പമില്ല, എനിക്ക് അഡ്ജസ്റ്റ് ആവും. നല്ല മീൻ കൂട്ടാൻ. പക്ഷെ എന്തോ ഒരു സാധനം ഉലുവയാണ് തോന്നുന്നു, കുറച്ച് മുന്നിട്ട് നിൽക്കണ സ്വാദാണ്. ഇച്ചിരി കപ്പയും കൂടെ കൂട്ടി കഴിച്ച് നോക്കട്ടെ. ഈ മീനിനകത്തേതാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുഞ്ഞു മുള്ളുണ്ടേ. പക്ഷെ ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ തൊട്ടാൽ അടർന്ന് വീഴും, അങ്ങനുണ്ട്. നമുക്കാണെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ കഴിഞ്ഞ ദിവസം കേടായിട്ടുള്ള മീൻ കൊണ്ടുവന്ന് കഴിച്ച് കുറേ ആളുകൾക്കൊക്കെ വയ്യാണ്ടായി, ആര്യനാട് ആ സൈഡിലേക്കൊക്കെ. അപ്പോൾ മീനിൻ്റെ കാര്യം കുറച്ച് വിഷമാണ്, കാരണം കിട്ടാനില്ല. കിട്ടേണ്ടതാണെങ്കിലും ഭയങ്കര വില, അല്ലെങ്കിൽ ഭയങ്കര പഴകിയതൊക്കെ. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അന്നാന്ന് പിടിക്കണ മീൻ ഫ്രഷായിട്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കടൽ മീനല്ല എന്നുള്ളൊരു സാധനമേ ഉള്ളൂ. ഇത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന് അങ്ങനെ ഭയങ്കര വിലയുമല്ല കേട്ടോ, ഒരു തൂക്കത്തിനനുസരിച്ചിട്ടല്ലേ കൊടുക്കുക, കാരണം ഭയങ്കര ഒരു കത്തി വിലയുമല്ല. ഇതേ മുട്ടക്കോഴിയുടെ പെരട്ടാണ്. നല്ലൊരു മസാലയാണ് കാണുമ്പോൾ തന്നെ. സൂപ്പർ മസാല പെരട്ടിൻ്റെ. അടിപൊളി കേട്ടോ, ഭയങ്കര വ്യത്യാസമാണ്. നാടൻ കോഴി കഴിക്കണ പോലെ തന്നെ ഉണ്ട്, പക്ഷേ കൊള്ളാം. ശരത്താണ് ചിക്കൻ്റെ ഫുള്ള് കാര്യങ്ങൾ കേട്ടോ. ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഒരു മസാല. ഓവർ സ്പൈസി ഒന്നുമല്ല, പാകത്തിനുള്ള എരിവും എല്ലാ സാധനങ്ങളും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്കിൻ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നില്ല,
അതുകൊണ്ട് നമുക്കത് കഴിക്കുമ്പോൾ ഒരു നാടൻ കോഴി കഴിക്കുകയാണെന്നേ തോന്നുള്ളൂ. വനിതാ റെസ്റ്റോറൻറ്റ് എന്നൊരു പേരുണ്ട് കേട്ടോ. റോഡിൽ തന്നെ, നിങ്ങൾ റോഡിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാമിൻ്റെ ഇങ്ങനെ സൈഡിൽ വെള്ളമൊക്കെ കിടക്കണം. മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും ഇവിടെ വന്നേ. ഇവിടെ നേരെ നോക്കിയാൽ കുരിശുമല കാണാം. വനിതാ റെസ്റ്റോറൻറ്റ് എന്ന് അടിച്ചാൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് വന്നത്. പിന്നെ ആകെയുള്ള പ്രശ്നത്തിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നെറ്റ് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ പോവും. കാരണം റേഞ്ച് കുറവാണ് നമുക്ക് എയർടെല്ലിനും അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ വൈഫൈ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ അവർ വൈഫൈ കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ല കിടിലൻ ഫുഡ്. ഇനി നമ്മളെ മീൻ ഐറ്റംസ് ഒന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. സിലോപ്പി നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കഴിഞ്ഞാൽ ആ പുറം നല്ല മുരിഞ്ഞിരിക്കണം. അങ്ങനെ ഇരിക്കണം മീൻ. പകുതി വന്ന മാതിരിയുള്ള മീൻ ഇഷ്ടമല്ല. ഈ സിലോപ്പി പൊതുവെ എനിക്കിഷ്ടമല്ല. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് കഴിച്ചത്. നല്ലോണം മുരിഞ്ഞ് നല്ല വെന്തിരിക്കണം. നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്വാദ്. ആ മലയുടെ മുകളിൽ നിന്ന് കുരങ്ങന്മാർ ഇറങ്ങി വരുന്ന കണ്ട ഓടി ഓടി പോകണമൊക്കെ കുറേ ഉണ്ട്. ഫാമിലി എല്ലാവരും ഉണ്ട്. വേറൊരു ശല്യം എന്താ വെച്ചാൽ ഇവിടെ നിൽക്കണ പിന്നെ പ്ലാവുന്നും മാവുന്നുള്ളതെല്ലാം പറിച്ച് ആ ഡാമിലേക്ക് ഇടുകയാണ്. കുറേ ചക്കയും മാങ്ങയൊക്കെ വീണ് എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നേരെയൊക്കെ പോയി കഴിഞ്ഞാൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോവാട്ടോ. ഡാമിലെ കാഴ്ചകളൊക്കെ കാണാം. ഡാമിൽ ഇറങ്ങരുത്, ഇറങ്ങാൻ പാടില്ല, അതിന് പെർമിഷൻ ഇല്ല. അപ്പോൾ ഡാമിലെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടമൊക്കെ പോകുന്നതാ. ഒരുപാട് ബൈക്കുകാർ ഒക്കെ ഇങ്ങനെ പോകുന്നത്. കാരണം ഇവിടെ നല്ല രസമാണ്. വണ്ടി ഓടിച്ച് വരാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ 2 വീലറിലൊക്കെ കറങ്ങാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ ഒരു ബാച്ച് മൊത്തം പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലം. ശരിക്കും ശരത്തിൻ്റെ അമ്മയാണ് കട തുടങ്ങിയതെന്ന് പറഞ്ഞാൽ. അമ്മയുടെ പേരാണ് അനിത. അപ്പോൾ അമ്മ പഠിപ്പിച്ചു കൊടുത്ത റെസിപ്പിയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആ ചിക്കൻ പെരട്ടൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്വാദാണ് കേട്ടോ. അത് കഴിച്ച് തന്നെ നോക്കണം. മുട്ടക്കുഴിയാണ്. പലയിടത്തുനിന്നും നമ്മൾ പല സൈസിൽ പല പല സാധനങ്ങൾ കഴിച്ചിട്ടില്ലേ. പക്ഷേ ഈ മസാല ഇതിവിടെ തന്നെയാണ് കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അനിതാ റെസ്റ്റോറൻറ്റ് എന്ന് അടിച്ചാൽ ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.